ചോദ്യം വായിക്കുക. ഗാന്ധി ജയന്തിക്ക് 30% വിലക്കിഴിവ് അനുവദിച്ചപ്പോൾ ഒരാൾ 3500 രൂപ കൊടുത്ത് ഖാദി വസ്ത്രങ്ങൾ വാങ്ങി. എത്ര രൂപ വിലയുള്ള വസ്ത്രങ്ങളാണ് അയാൾക്ക് കിട്ടിയത്? നിങ്ങളിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കട ഉണ്ടെന്ന് നിങ്ങൾക്കൊരു കടയുണ്ടെന്ന് നിങ്ങൾ എപ്പോഴും മനസ്സ് വിചാരിക്കണം. ഞാൻ ഇനി പറയത്തില്ല. നിങ്ങൾക്കൊരു കടയുണ്ടെന്ന് നിങ്ങളങ്ങ് മനസ്സ് വിചാരിക്കണം. അവിടെ നിങ്ങളിപ്പം നിങ്ങളുടെ കടയിൽ ഇപ്പോൾ ഒരു കടയിൽ നിങ്ങൾ പുറത്തുനിന്ന് സാധനം വാങ്ങിച്ചു വയ്ക്കും അല്ലേ? അപ്പോഴല്ലേ കടയിൽ സാധനം ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ ആ മുടക്കുന്ന കാശിനെയാണ്. അപ്പോൾ നിങ്ങൾ വേറൊരു കടയിൽ പോയിട്ട് നിങ്ങളുടെ കടയിലേക്ക് 1000 രൂപ കൊടുത്തൊരു സാധനം വാങ്ങിച്ചു. അപ്പോൾ ആ 1000 രൂപയുടെ പേരാണ് CP. നിങ്ങൾ മുടക്കിയ കാശിനെയാണ് ആ CP എന്ന് പറയുന്നത്. ഇനി വേറൊരാൾ ഞാൻ നിങ്ങളുടെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നു. നിങ്ങൾ എനിക്ക് 1200 രൂപ തന്നു. അപ്പം ഞാനാണത് മുടക്കിയത് അല്ലേ? അപ്പം നിങ്ങളൊരു ആ വസ്തു വിൽക്കുന്ന എത്ര രൂപയ്ക്കാണോ അതിനെയാണ് SP എന്ന് പറയുക. ഇനി അവ തമ്മിലുള്ള വ്യത്യാസങ്ങളെയാണ് നമ്മൾ ലാഭമോ നഷ്ടമോ എന്നൊക്കെ പറയും. ഇപ്പോൾ 1000 രൂപ നിങ്ങൾ മുടക്കി 1200 രൂപയ്ക്ക് എനിക്ക് വിറ്റു. അപ്പം നിങ്ങൾക്ക് എത്ര? 200 രൂപ കിട്ടി. ഇപ്പോൾ 1000 രൂപയ്ക്കാണ് നിങ്ങൾ വെച്ച് 1000 രൂപ നിങ്ങൾ വാങ്ങിച്ചിട്ട് എനിക്ക് 900 രൂപ തന്നിരുന്നെങ്കിലോ നിങ്ങളുടെ കയ്യിൽ 100 രൂപ പോയി. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയും. എപ്പോഴും അങ്ങനെ ഓർത്തിരുന്നണം. അങ്ങനെയാകുമ്പോൾ കുറേ ഇക്വേഷൻസ് ഒക്കെ ഒഴിവായി കിട്ടും. ഇക്വേഷൻസ് ഞാൻ പറയാതിരിക്കത്തില്ല. എന്നാലും ഇവിടെ നിങ്ങൾ എന്താ ശ്രദ്ധിക്കുന്നത്? ഈ ചോദ്യം വായിക്കുമ്പോൾ ഗാന്ധി ജയന്തിക്ക് 30% വിലക്കിഴിവ് എന്ന് വെച്ചാൽ യഥാർത്ഥ വിലയേക്കാൾ 30% കുറച്ചു. അപ്പം നമുക്കറിയാം, നമ്മളിവിടെ ശതമാനം പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ പഠിക്കുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട്. 100ൽ 100 യഥാർത്ഥത്തിലുള്ള വില. 100%. 30% വിലക്കിഴിവ് എന്ന് വെച്ചാൽ എത്രയാണ്? അപ്പോൾ 70% എടുക്കണം. മനസ്സിലായോ? എന്ന് വെച്ചാൽ CP എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു കടയിൽ ഒരു സാധനം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എത്ര രൂപ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ 30% വിലക്കിഴിവിലാണ് ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ എത്ര? ആ CPയുടെ ഒറിജിനൽ വിലയുടെ 70% ഞാൻ എടുത്തിട്ടുള്ളൂ. ആ 70% വരെ എടുത്തിട്ടുള്ളൂ. അതാണ് എത്ര? 3500 രൂപ. 3500 കിട്ടിയോ? അതാണ് അവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ്. തീർന്നു. അതോടെ ആൻസറായി. അപ്പോൾ ഞാൻ മുടക്കിയ കാശിൻ്റെ അതാണ് CP. അതിൽ 30% വിലക്കിഴിവ്, 30% കുറവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ 70/100. 30% ലാഭം എന്നാണ് പറഞ്ഞതെങ്കിൽ ഞാൻ 130/100 നിർത്തേന. അങ്ങനെ വിറ്റപ്പോഴാണ് എത്ര രൂപ വന്ന് വാങ്ങിച്ചത് ഞാനാണ്. എനിക്ക് 3500 രൂപക്ക് കിട്ടിയത്. എങ്കിൽ നിങ്ങൾ എത്ര രൂപ മുടക്കിയിട്ടാണ് ആ സാധനം അവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ 3500 രൂപ കിട്ടിയുള്ളൂ. അത് 30% കുറവാണ്. ഒറിജിനൽ വില കിട്ടിയിട്ടില്ല. അപ്പോൾ ഒറിജിനൽ ആ വസ്തുവിൻ്റെ വില എത്രയായിരുന്നു? അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെയുള്ള 3500 അങ്ങനെ തന്നെ കാണിക്കണം. ഈ 70/100 അപ്പുറത്തൊരു ഫ്രാക്ഷനെ അപ്പുറത്ത് കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യണം? തിരിച്ചിട്ട് ഗുണിക്കണമെന്ന് പഠിച്ചിട്ടില്ലേ? അപ്പോൾ എങ്ങനെ വരും? 100/70 എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതി. 0 വെട്ടിയിട്ടുണ്ട്. 7 35 കൂടെ വെട്ടി 5 തവണ അവിടെ ഇടയ്ക്കൊരു 0 കിടക്കുന്നുണ്ടോ? ആ 0 അങ്ങനെ തന്നെ ഇട്ടേര്. അപ്പോൾ 50 കണ്ടോ? ഇനി എന്ത് ചെയ്യണം? ഈ 50 100 കൂടെ ഗുണിച്ചാൽ മാത്രം മതി. എത്ര കിട്ടും? 5000 എന്ന് കിട്ടും അല്ലേ? 50 100 ആകുമ്പോൾ ഒരു 5 കാണിച്ചിട്ട് 3 0. അപ്പോൾ 5000 രൂപ എന്നാണ് കിട്ടുക. നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ കാണാം 5000 എന്ന് കിടപ്പുണ്ട്. ഓക്കെ. അടുത്ത ചോദ്യം. 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് 840 രൂപ വിൽപ്പനയുള്ള എന്ന് വെച്ചാൽ നിങ്ങൾ 840 രൂപ മുടക്കിയാണ് ഈ സാധനം വാങ്ങിച്ചത് എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ CP എത്ര? 840 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിച്ചു. ഇനി നിങ്ങൾ എത്ര രൂപയ്ക്ക് വിൽക്കുന്നു? 714 രൂപയ്ക്ക് നിങ്ങൾ വിൽക്കുന്നു. എന്ന് വെച്ചാൽ നിങ്ങളുടെ കടയിൽ നിങ്ങൾ 840 രൂപ മുടക്കി വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ വന്നപ്പോൾ നിങ്ങൾ എനിക്കത് 714 രൂപ തന്നു. അപ്പം SP എന്ന് വെച്ചാൽ എത്ര? 714 രൂപ. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം അത്രയും കുറച്ച് തന്നു. ഒന്നെങ്കിൽ നിങ്ങൾ നഷ്ടമെന്ന് പറയും, എന്തെങ്കിലും ഡിസ്കൗണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാലും കുറച്ച് നൽകുന്ന അർത്ഥം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? അവ നമ്മൾ വ്യത്യാസം നോക്കുക. 840 714 നമ്മൾ വ്യത്യാസം എടുക്കുക. അതിനെയാണ് നമ്മൾ നഷ്ടമെന്ന് വേണമെങ്കിലും പറയാം. ഇവിടെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഡിസ്കൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വ്യത്യാസം എത്രയാണ്? 126 രൂപ ഡിസ്കൗണ്ട്. അത്രയും കൊടുത്തു. അപ്പോൾ ഡിസ്കൗണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ അത്രയുള്ള 120. പക്ഷേ ഡിസ്കൗണ്ട് ശതമാനം എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഇത് ഓർത്തിരുന്നോണം. ശതമാനം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ എപ്പോഴും ഓർത്തിരുന്നോണം. നിങ്ങൾ മുടക്കിയ ക്യാഷ് എത്ര? അതാണ് ഡിനോമിനേറ്റർ. നിങ്ങൾ മുടക്കിയ എത്രയാണ്? 840 രൂപ. നിങ്ങൾ കണക്കെടുക്കുകയാണേ. നിങ്ങൾ കച്ചവടം എല്ലാം കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണക്കെടുക്കുക. 840 രൂപ ഞാൻ മുടക്കിയപ്പോൾ എനിക്ക് എത്ര? 126 രൂപ ഞാൻ കുറച്ചാണ് കൊടുത്തത്. അപ്പോൾ ആ കുറച്ച് എത്രയാണ്? 126 വെളി കാണിക്കണം. × 100.
കണ്ടോ? ഇനി വെട്ടിക്കളയുക. 0 0 വെട്ടി. ഇനി 84 10 കൂടെ വെട്ടാൻ 2ൻ്റെ പട്ടികയിൽ 84 എത്ര പ്രാവശ്യമുണ്ട്? നേർപകുതി 42. 10 എത്ര പ്രാവശ്യമുണ്ട്? നേർപകുതി 5. ഇനി 42 126 കൂടെ വെട്ടാം. 42 × 3 ആണ് 126. അപ്പോൾ 42 വെട്ടി 126 എത്ര പ്രാവശ്യം? 3 തവണ. ഇനി മേലുള്ള 3 5 കൂടെ ഗുണിച്ചാൽ മതി. 3 × 5 എത്രയാണ്? 15%. ഓപ്ഷൻ ബി നോക്കിക്കേ, 15% ഒന്ന് കാണുന്നില്ലേ? അതാണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം, 1600 രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു 12% നഷ്ടത്തിൽ വിറ്റു എങ്കിൽ വിറ്റ വില എത്ര? അപ്പോൾ ഇവിടെ എത്ര? ചോദ്യം വായിക്കുമ്പോഴത്തേക്ക് 1600 രൂപയ്ക്ക് വാങ്ങിയ വസ്തു. അപ്പം നിങ്ങളുടെ കടയിലേക്ക് നിങ്ങൾ ഇപ്പോൾ ഒരു ക്ലോക്ക് വാങ്ങിച്ചു. ക്ലോക്കിൻ്റെ വില നിങ്ങൾ കൊടുത്തത് എത്രയാണ്? 1600 രൂപയ്ക്കാണ് നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് CP. നിങ്ങളിവിടെ 12% നഷ്ടത്തിലാണ് വിറ്റത്. അപ്പം ലോസ് പെർസെൻറ്റേജ് എത്രയാണ്? 12%. എങ്കിൽ വാങ്ങാൻ വന്ന എനിക്ക് ആ ക്ലോക്ക് എത്ര രൂപക്ക് നിങ്ങൾ തന്നു? ദാറ്റ് ഈസ് SP. എങ്ങനെ കണ്ടുപിടിക്കണം? നിസ്സാരമായി കണ്ടുപിടിക്കാം. 1600 അല്ലേ ഇൻറ്റു 12% നഷ്ടമെന്ന് വെച്ചാൽ എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു 100ൽ 100 ശതമാനം. 12% കുറവ്. അപ്പോൾ എത്ര? 88% എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഇപ്പോൾ 2 0 2 0 അങ്ങ് വെട്ടിക്കളയുക. മിച്ചം എത്ര? ഈ 16ഉം 88ഉം കൂടെ വെറുതെ കൊണ്ട് ഗുണിച്ചാൽ മാത്രം മതി. കേട്ടോ? അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ആൻസർ കിട്ടും. എത്രയാണ്? 1408 എന്ന് കിട്ടും. ഇതങ്ങനെ അല്ലാതെയും ചെയ്യാം. നമ്മൾ എത്ര രൂപയാണ് ഇപ്പം നമ്മൾ എത്ര രൂപ മുടക്കിയാണ് ആ സാധനം വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്? 1600 രൂപ മുടക്കിയാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. എത്ര ശതമാനം നഷ്ടമാണ്? 12% നഷ്ടമാണ്. ഈ 10% കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? 1 0 വെട്ടിക്കളഞ്ഞാൽ 10%. ഇനി 1 0 കൂടെ വെട്ടിയാലോ? 1%. അപ്പോൾ 1% എന്ന് വെച്ചാൽ അപ്പോൾ 12 ആണ്. 12ൽ 10% ഞാൻ എടുത്തു. അപ്പോൾ 1% എന്ന് വെച്ചാൽ 16 ആണ്. അപ്പോൾ 2% അപ്പോൾ അതിൻ്റെ ഇരട്ടി 32 ഉണ്ടോ? രണ്ടും കൂടെ കൂട്ടുമ്പോൾ 192. അപ്പോൾ 1600 12% എന്ന് വെച്ചാൽ 192 ആണ്. അത് 1600 കൊണ്ട് കുറച്ചാൽ മതി. 1600 മൈനസ് 192 എന്ന് വെച്ചാൽ ഈ 1600ൻ്റെ 12% പ്രത്യേകം കണ്ടുപിടിച്ചിട്ട് തമ്മിൽ കുറച്ചാൽ അപ്പോഴും കിട്ടും 1408 എന്ന് തന്നെ ആൻസർ. നമ്മുടെ ബി ഓപ്ഷനിൽ കിടപ്പുണ്ട്. 1408 എന്നാണ് ആൻസർ. ഓക്കെ. ചോദ്യം വായിക്കുക. 1500 രൂപ പരസ്യ വിലയുള്ള ഒരു സാരി 8% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. അയാൾക്ക് 20% ലാഭം ലഭിക്കുന്നുവെങ്കിൽ സാരിയുടെ യഥാർത്ഥ വില എത്ര? അത് ഈ 2-3 കാര്യമൊന്ന് പറഞ്ഞ ശേഷം നമുക്കൊന്ന് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ ഒരു കടയുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് ആ കടയിൽ നിങ്ങൾ 1000 രൂപ മുടക്കി നിങ്ങളൊരു സാരി വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയ എത്ര രൂപയാണ്? 1000 രൂപ. നിങ്ങൾ എന്ത് ചെയ്തു? ആ സാരിയുടെ പുറത്ത് 1500 നിരത്തി എഴുതി വെച്ചിട്ട് നിങ്ങളുടെ കടയിൽ നിങ്ങൾ വെച്ചിരിക്കുകയാണ്. അപ്പം അതിനെയാണ് പരസ്യവില എന്ന് പറയുക. മനസ്സിലായല്ലോ? അപ്പം ഞാൻ നിങ്ങളുടെ കടയിൽ വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ എന്ത് പറയുന്നു? സാറായതുകൊണ്ടൊരു കാര്യം ചെയ്യും, എനിക്ക് 1200 വന്നാൽ മതി. 1500 ആണേ, 1200 വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ 1200 വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പോഴും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ ലാഭമുണ്ട്? 200 രൂപ ലാഭമുണ്ട്. ഇതാണ് ഈ കണക്കിൻ്റെ അർത്ഥം. മനസ്സിലായോ? അപ്പം പരസ്യവില എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു വലിയൊരു എമൗണ്ട് എടുത്തിട്ടേക്കും. അപ്പം നിങ്ങൾ വരുമ്പോഴത്തേക്ക് കുറച്ച്, അപ്പം നമ്മൾ പറയണ്ട അയാൾ എനിക്ക് 300 രൂപ കുറച്ച് തന്നു അല്ലെങ്കിൽ 400 കുറച്ചെന്ന് പറയാം. അപ്പോഴും ആ കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് കാശ് പോകാൻ സാധ്യത വളരെ കുറവാണ്. മനസ്സിലായോ? അങ്ങനെയാണ് ഇതിൻ്റെ കച്ചവടം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ നമ്മുടെ ഈ ക്വസ്റ്റിനൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ നോക്കിയിരുന്നോണേ. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യത്തേക്ക് 1500 രൂപ പരസ്യവില എന്ന് വെച്ചാൽ, ആ പരസ്യവില എന്ന് വെച്ചാൽ വെറുതെ എഴുതി വെച്ചിരിക്കുന്നത് 1500 രൂപ. അപ്പം ഞാൻ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു സാർ ഒരു 8% ഡിസ്കൗണ്ട് നൽകാമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എന്താണ്? 1500 രൂപയുടെ 8% ഡിസ്കൗണ്ട്, 8% കുറവ് എന്ന് വെച്ചാൽ 1500 രൂപയുടെ 92% കണ്ടാൽ മതി. മനസ്സിലായോ? 1500 രൂപയാണ് അതിൻ്റെ അകത്ത്. 1500 തരണ്ട, അതിൽ 8% കുറച്ച് നൽകുക. 8% കുറയുന്ന നമ്മൾ 92%, 92/100. ഇതാണ് നിങ്ങൾ എനിക്ക് തന്നത്. അതിനുശേഷം നിങ്ങൾ നോക്കുന്നു. അപ്പോൾ നിങ്ങൾ മുടക്കി എത്രയാണോ CP അതിനേക്കാളും, അപ്പം ഇങ്ങനെ കച്ചവടം നടത്തി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? നിങ്ങൾ മുടക്കിയതിനേക്കാളും 20% ലാഭം ലഭിക്കുന്നു. എന്ന് വെച്ചാൽ നിങ്ങളുടെ മുടക്കിയ CP × 120/100. മനസ്സിലായോ? ഇതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. ഒന്നുകൂടെ ഇവിടെ നോക്കി 1500 രൂപയാണ്
പരസ്യവില എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ വന്നപ്പോൾ നിങ്ങൾ എനിക്ക് 8% കുറച്ച് വന്നു. അപ്പോൾ എനിക്ക് 1500 92/100, അപ്പോൾ 8% കുറവ് വന്നാൽ മതി. 1500 തരേണ്ട കാര്യമില്ല. അതിന് നിങ്ങൾ കച്ചവടം നടത്തി. അതിനുശേഷം നിങ്ങൾ ആലോചിക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ കച്ചവടം കഴിഞ്ഞപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിക്കുന്നു, ഇപ്പോൾ എനിക്ക് എത്ര കിട്ടി? ഞാൻ മുടക്കിയ എത്രയാണോ അതിനേക്കാളും 20% ലാഭം കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന രണ്ടും തുല്യമാണ്. കാര്യം കിട്ടി. ഇനി നമുക്ക് CP കണ്ടുപിടിക്കണം. CP കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അപ്പുറത്തുള്ള ആളുകളെല്ലാം അതുപോലെ തന്നെ ആദ്യം എഴുതണം. എത്ര? 1500 × 92/100 അങ്ങനെ തന്നെ കാണിക്കണം. ഇനി എന്താണ്? ഇവിടെ ഒരു ആളുണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞാണ്, 120/100 അങ്ങോട്ട് പോകുമ്പോൾ എത്രയായി? തിരിഞ്ഞു പറഞ്ഞാൽ 100/120. 100 വെട്ടിയിട്ടുണ്ട്. 120ൻ്റെ ഒരു 0 നമുക്ക് വെട്ടാം. 1500 ഒരു 0 വെട്ടാം. ഇനി 12 വെട്ടുന്നു. നമ്മൾ 3ൻ്റെ ടേബിളിലാണ്. അപ്പോൾ എത്ര പ്രാവശ്യമുണ്ട്? 4 തവണയാണ്. 15 വെട്ടുന്നു. എത്ര തവണയാണ്? 5 തവണയാണ്. ആ 0 അവിടെ ഇട്ട് കൊടുത്തേക്ക് 50 കിട്ടിയല്ലോ. ഇനി 4ഉം 92 കൂടെ വെട്ടാം. 4 എന്ന് പറയുന്ന ഈ ആളെയും 92 എന്ന് പറയുന്ന ആളെയും കൂടെ വെട്ടാം. എത്ര? 23 × 4 92. അപ്പോൾ 92 വെട്ടുമ്പോൾ 23 എന്ന് കാണിച്ചാൽ മതി. ഇനി എന്ത് ചെയ്യണം? 23ഉം 50ഉം കൂടെ ഇവിടെ 23 × 50 എന്നല്ലേ ഉള്ളൂ, നമ്മൾ ഗുണിച്ച് നമുക്ക് ആൻസറായി 1150 നമ്മുടെ ആൻസർ. അപ്പം നിങ്ങൾ എത്ര രൂപ മുടക്കിയ കാശാണ്? 1250 രൂപ മുടക്കിയുള്ളൂ നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് 20% ലാഭം കിട്ടും. മനസ്സിലായി? ഇതാണ് പരസ്യവില എന്ന് പറയുന്ന സാധനവും സാധാരണ വില തമ്മിൽ വ്യത്യാസം. നിങ്ങൾ മുടക്കിയത് 1250 രൂപയാണ്, നിങ്ങൾ പരസ്യവിലയായിട്ട് വെച്ചിരിക്കുന്നത് അത്ര 1500 രൂപയാണ്. അതാണ് എൻ്റെ വ്യത്യാസം. ആൻസർ ഓപ്ഷൻ നോക്കിയാൽ B ആണ് നമ്മുടെ ആൻസർ, 1150. ഓക്കെ. അടുത്ത ചോദ്യം. ഒരു സ്കൂട്ടർ 9200 രൂപയ്ക്ക് വിറ്റപ്പോൾ 15% ലാഭം കിട്ടി എങ്കിൽ വാങ്ങിയ വില എത്ര? ചെറിയ ക്വസ്റ്റ്യനാണ്. ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ. എത്ര രൂപക്കാണ് വിറ്റത്? 9200. ഇപ്പം നിങ്ങളൊരു സ്കൂട്ടർ വിറ്റു, നിങ്ങളുടെ കടയിൽ സ്കൂട്ടർ വിറ്റു 9200 രൂപക്ക് വന്നു. ഇപ്പം ഞാൻ വന്ന് വാങ്ങിച്ചു 9200 രൂപ ഞാൻ തന്നു വാങ്ങിച്ചു. നിങ്ങൾക്ക് അപ്പോൾ എത്ര രൂപ? 9200 രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ നിങ്ങൾ മുടക്കിയതിനേക്കാളും 15% കൂടുതൽ കിട്ടി. അപ്പോൾ അതങ്ങോട്ട് എഴുതിയാൽ മതി. നിങ്ങൾ മുടക്കി എത്രയാണോ CP അതിനേക്കാളും 15% കൂടുതൽ, ദാറ്റ് ഈസ് 115/100 ആണ് എത്ര? എനിക്ക് തന്ന 9200 രൂപ. മനസ്സിലായത്? നിങ്ങൾ മുടക്കിയതിനേക്കാളും 15% കൂടുതൽ കിട്ടി. അപ്പോഴാണ് 9200 ആയത്. ഇനി CP കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 9200 അവിടെ തന്നെ. ഇപ്പം നമ്മൾ പറഞ്ഞേ ഉള്ളൂ ഈ സാധനം എത്രയല്ലേ, അങ്ങോട്ട് പോകുമ്പോൾ തിരിഞ്ഞു വരും 100/115. വെട്ടിക്കളയും. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് വെട്ടാനായിട്ടാണ് ഇവിടെ ഈ ശരിക്കുള്ളത്. വെട്ടാൻ അറിയാത്തവർക്ക് ഞാൻ ഇതിനകത്തൊരു 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബേസിക്കായിട്ട് വെട്ടുന്നതും ഉണ്ട്, പിന്നെ ഇങ്ങനെയുള്ള മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെട്ടാനായിട്ടുള്ളതും വെട്ടിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തേക്കാം ഇതിൻ്റെ അകത്ത്. നിങ്ങൾ അതുകൂടെ ഒന്ന് കണ്ടേക്കുക. അത് കണ്ട ശേഷം കാണുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഞാൻ 115 100 കൂടെ വെട്ടുകയാണ്. ഈ 115 100 വെട്ടാൻ എന്താ? 5ൻ്റെ പട്ടികയിൽ 115 100 കൂടെ. 115 എത്ര പ്രാവശ്യമുണ്ട്? 23 തവണയാണ്. 20 തവണയാകുമ്പോൾ 100. 20 × 5 100 അറിയാലോ. 21 × 5 105. 22 ആകുമ്പോൾ 110. 23 ആകുമ്പോൾ 115. ഉണ്ടോ? 100 എത്ര പ്രാവശ്യം ഉണ്ട്? 5. 20 തവണ. കിട്ടിയോ? ഇനി നമുക്കിത് 23ഉം 92 കൂടെ വെട്ടാം. 23 × 4 92. മനസ്സിലായി? 23നെ നമുക്ക് 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 92 കിട്ടും. അപ്പോൾ 4 എന്ന് കാണിക്കുക. അവിടെയുള്ള 2 0 അതുപോലെ തന്നെ കാണിച്ചു തരും. ഇനി ഇവിടെ എത്ര? ഈ 400ഉം 20ഉം കൂടെ ഗുണിക്കുക. 4ഉം 2ഉം കൂടെ ഗുണിക്കുമ്പോൾ 8ഉം പിന്നെ ഒരു 3 0 ഇട്ട് കൊടുത്തേക്ക് ഗുണിക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ ഓപ്ഷൻ നോക്കിക്കേ. A ഓപ്ഷൻ നോക്കിയാൽ കാണാം അല്ലേ, 8000 എന്ന് കിടപ്പുണ്ട്. ഓക്കെ. അടുത്ത ചോദ്യം. 580 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 609 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? നേരിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. ഇപ്പം നോക്കിയാൽ നിങ്ങളുടെ കടയിൽ 580 രൂപയ്ക്ക് വാങ്ങി. അപ്പോൾ CP = നിങ്ങൾ മുടക്കിയ കാശിനാണ് ഇത് CP എന്ന് പറയും. 580. അത് എത്ര രൂപയ്ക്ക് വിറ്റു? ഞാൻ വന്നപ്പോൾ നിങ്ങൾ എനിക്ക് തന്ന 609 രൂപ. അപ്പോൾ SP = 609 രൂപ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ 580 മുടക്കി 609 കിട്ടി, നിങ്ങൾക്ക് ലാഭമാണെന്ന് മനസ്സിലായി. എത്ര രൂപ ലാഭമുണ്ട്? അപ്പോൾ നമ്മൾ വ്യത്യാസം 609 - 580. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ ലാഭം? പ്രോഫിറ്റ് = 29 രൂപ ലാഭം കിട്ടി. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പം നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത് ഇങ്ങനെയാണ്. ട്രാൻസാക്ഷൻ നോക്കിക്കോണേ.
നിങ്ങളിപ്പം ഞാൻ ആ സാധനം വാങ്ങിച്ചു പോയി, കച്ചവടം കഴിഞ്ഞു. നിങ്ങൾ പറയുന്നു 580 രൂപയാണ് ഞാൻ മുടക്കിയത്. അപ്പം ഞാൻ മുടക്കിയതാണ് ഡിനോമിനേറ്റർ. മുടക്കിയപ്പോൾ എനിക്ക് എത്ര രൂപ ലാഭം കിട്ടി? 29 രൂപ അധികമായി കിട്ടി. ആ 29 രൂപ മുകളിൽ കാണിക്കണം, ഇൻറ്റു 100. മനസ്സിലായോ? അങ്ങനെയാണ് എപ്പോഴും നിങ്ങൾ മുടക്കിയാൽ ഡിനോമിനേറ്റർ ഫംഗ്ഷൻ ചെയ്യണം കേട്ടോ. 0 0 വെട്ടിപ്പോയി. ഈ 10ഉം 58ഉം കൂടെ വിട്ടുക, 10ഉം 58ഉം കൂടെ വിട്ടുക, 2ൻ്റെ പട്ടികയാണ് എന്ന് വെച്ചാൽ നേർ പകുതി എടുത്താൽ മതി. മനസ്സിലായോ? 10ൻ്റെ പകുതി എത്രയാ? 5. മനസ്സിലായോ? 58ൻ്റെ പകുതി എത്രയാ? 29 അല്ലേ? ഇനി അവിടെ മുകളിലും താഴെ 29 വെട്ടിക്കളയാലോ. 29ഉം 29ഉം വെട്ടിക്കളഞ്ഞു. മുകളിലിപ്പോൾ ആൻസർ എത്ര? 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്ര ശതമാനം? 5% എന്ന ആൻസർ ഓപ്ഷൻ ഇവിടെ ഡിയിൽ കിടപ്പുണ്ട് അല്ലേ? ഡിയിൽ 5% എന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. 3 പേന വാങ്ങിയാൽ 1 പേന വെറുതെ കിട്ടുമെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്ര? അപ്പോൾ നമുക്കറിയാതെ കണ്ട് പോലും 3 പേന വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നാം. ഇങ്ങനെ 3 പേന വാങ്ങിച്ചു, 1 പേന കിട്ടി, ഇൻറ്റു 100 എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അതിനുള്ള ആൻസറാണ് ആദ്യം കിടക്കുന്നത്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് ആദ്യം കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ അങ്ങനെ വായിക്കുമ്പോൾ തോന്നുന്നതാണ്, അങ്ങനെയല്ല. അപ്പോൾ നിങ്ങളാണ് ഇപ്പോൾ കടയിൽ ചെന്നതെന്ന് വിചാരിക്കും. നിങ്ങൾ എത്ര പേന വാങ്ങിച്ചു? 3 എണ്ണം വാങ്ങിച്ചു. ഒരെണ്ണം എത്ര കിട്ടി? സൗജന്യമായിട്ട് കിട്ടി. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എത്ര പേനയുണ്ട് മൊത്തം? 3 1 4 പേന. മനസ്സിലായോ? ഇനി നമുക്ക് നോക്കാം. നമ്മൾ കടയുടെ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 4 പേന കയ്യിലുണ്ട്. 4 പേനയിൽ ഞാൻ 3 പേനയുടെ വില കൊടുത്തു. വെറുതെ കിട്ടിയ എത്ര ഉണ്ട്? അതിനാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറച്ച് കിട്ടുക. ഇപ്പോൾ വെറുതെ കിട്ടിയ ആൾ എത്ര? ഒരെണ്ണം ഉണ്ട്. 4 എണ്ണത്തിൽ ഒരെണ്ണം. 4 പേന എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിൽ 3 പേനയുടെ വില ഞാൻ കൊടുത്തു, 1 പേന എനിക്ക് വെറുതെ കിട്ടി. അപ്പോൾ ആ 1 മുകളിൽ കാണിക്കുന്നത്. മനസ്സിലായോ? ഇൻറ്റു ശതമാനമാക്കാൻ എന്ത് ചെയ്യണം? 100 എന്ന് കൊടുക്കണം. 4ഉം 100ഉം കൂടെ നമുക്ക് വെട്ടാം. 25. അപ്പോൾ എത്ര ശതമാനമാണ് ഡിസ്കൗണ്ട്? 25% ഡിസ്കൗണ്ട് എന്നാണ് ആൻസർ. നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ ഡി ഓപ്ഷനിൽ കിടപ്പുണ്ട് 25% എന്നാ. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു ആൾ 1200 രൂപയ്ക്ക് നാളികേരം വാങ്ങി. അത് വിൽക്കുമ്പോൾ 12% ലാഭം ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. എങ്കിൽ എത്ര രൂപയ്ക്കാണ് നാളികേരം വിൽക്കേണ്ടത്? ഇപ്പം നമ്മളാണ് ആ 1200 രൂപ മുടക്കി നാളികേരം വാങ്ങിയ ആൾ. അപ്പോൾ നമുക്ക് 12% ലാഭം കിട്ടണം. എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പറയുമ്പോൾ ലാഭം നമ്മൾ ബേസിക് പ്രപ്പോർഷൻ 100 എന്ന് പറയും അല്ലേ? 100% 12% കൂടെ അധികം ലഭിക്കണം. അപ്പോൾ എത്ര ശതമാനം കണ്ടുപിടിക്കണം? 112% കണ്ടുപിടിക്കണം. മനസ്സിലായോ? ആ 1200 രൂപയുടെ 112%. മനസ്സിലായോ? 12% അധികം. അപ്പോൾ നമ്മൾ 100 0 വെട്ടി 2 0 വെട്ടി ആ 12 × 112 കണ്ടുപിടിച്ചാൽ മാത്രം മതി. മനസ്സിലായോ? അപ്പോൾ 1344 രൂപ എന്ന് കിട്ടും. ഇതങ്ങനെ അല്ലാതെയും ചെയ്യാം നമുക്ക് കേട്ടോ, എളുപ്പത്തിൽ ചെയ്യാം. 1200 ഇതിൻ്റെ 12% കണ്ടുപിടിക്കണം. 10% കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 1 0 വെട്ടിയാൽ മതി. അപ്പം 120 എന്നാണ്. മനസ്സിലായോ? 1% ആണെങ്കിൽ 1 0 കൊണ്ട് വെട്ടിയാൽ മതി. അപ്പോൾ 12 കിട്ടും കേട്ടോ. ഒരു 10% ആണെങ്കിൽ അവസാനത്തെ 1 0 വെട്ടിയാൽ മതി. 1% ആണെങ്കിൽ 2 0 വെട്ടി കളഞ്ഞു. അപ്പോൾ 12 കിട്ടും. അപ്പം 12 ആകുമ്പോൾ 2 അല്ലേ? 1% ആണെങ്കിൽ കിടക്കുന്നത്. 2% ആകുമ്പോൾ 24 എന്നായി. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. മനസ്സിലായോ? കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് 1344 എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിച്ചോ. ഏത് മെത്തേഡിൽ ഉപയോഗിക്കാം. നമ്മുടെ ഓപ്ഷനകത്ത് സി എന്ന് പറയുന്നതാണ് നമ്മുടെ ഓപ്ഷൻ. 1344 രൂപ. ഓക്കെ, അടുത്ത ചോദ്യം. ഒരാൾ ഒരു സാധനം 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. 5% ലാഭം ലഭിക്കണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു? നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ഇതിൻ്റെ ഒറിജിനൽ മെത്തേഡും കാണിച്ചു തരാം, ഒറ്റ വരിയിൽ ഷോർട്ട് മെത്തേഡും ഉണ്ട്. 2 പ്രോസസ്സ് ഉണ്ട് ഇവിടെ. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇപ്പോൾ ഓൾറെഡി ഒരു കാര്യം സംഭവിച്ചു. എത്ര? അയാൾ 2070 രൂപയ്ക്ക് വിറ്റു. ഇപ്പം നിങ്ങളാണ് ഒരു സാധനം വിറ്റു. 2070 രൂപയ്ക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് സാധനം വേറെ ആളൊന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പോൾ നിങ്ങൾക്ക് എത്ര?
10% നഷ്ടം ഉണ്ടായി. നിങ്ങൾ വാങ്ങിച്ചേക്കാളും 10% കുറവാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഈ 2070 എന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങിച്ച എത്ര രൂപയാണോ അതിനേക്കാളും 10% കുറവാണ്. മനസ്സിലായോ? എന്ന് വെച്ചാൽ എന്താണ്? CP ഇൻറ്റു 10% നഷ്ടം എന്നാണല്ലേ. അപ്പോൾ എത്ര ശതമാനമാണ്? 90%. അതാണ് 2070. CP എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? 2070 അങ്ങനെ തന്നെ ഈ 90/100 അപ്പുറത്ത് വരുമ്പോൾ എത്രയായിട്ട് വരും? തിരിഞ്ഞു വരണം വേണ്ടേ? എങ്ങനെയാ? അങ്ങനെ 100/90 പൂജ്യവും വെട്ടി 9ഉം 207 കൂടെ വെട്ടാം. എത്ര പ്രാവശ്യമുണ്ട്? 23 തവണ. 23 × 100 എത്രയാണ്? 2300 രൂപ. ഇതാണ് ആ സാധനത്തിൻ്റെ വാങ്ങിയ വില. ഇനി എനിക്ക് എന്ത് സംഭവിക്കും? എനിക്ക് ആ സാധനത്തിൻ്റെ വാങ്ങിയ വിലയേക്കാളും 5% കൂടുതൽ കിട്ടണമായിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്? 2300 × 5% കൂടുതൽ എന്ന് വെച്ചാൽ എത്രയാണ്? 105/100. ലാഭം എന്നാകുമ്പോൾ നമ്മൾ കൂട്ടിയെടുക്കുക. 100 എന്നാണ് എപ്പോഴും. 5ഉം കൂടെ കിട്ടുമ്പോൾ 105/100 ഈക്വൽ ടു എത്രയായിരിക്കും? നമുക്ക് വെട്ടി കളയാം. 0 വെട്ടിക്കളയാം. 23 × 105 കണ്ടുപിടിച്ചാൽ മതി. 23 × 105 എന്ന് പറയുമ്പോൾ 2415. ഈ 23 × 105 എന്നുള്ളത് 2300 105% നമുക്ക് അല്ലാതെ പറയാം. 2300 ഇതിൻ്റെ 5% കൂടെ പറഞ്ഞാൽ മതി. 5% ലാഭമൊന്നുമല്ല. അപ്പം 5% കണ്ടുപിടിച്ച് എങ്ങനെയാണ്? 10% എത്രയാ? ഒരു 0 വെട്ടിയാൽ മതി. അതിൻ്റെ പകുതി പറഞ്ഞാൽ മതി. ഉണ്ടോ? രണ്ടാൾ കൂട്ടിയാൽ മതി. കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് ആ സെയിം തന്നെ 2415 കിട്ടും കേട്ടോ. എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിച്ചോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവിടെ ഓപ്ഷൻ ഉണ്ടാകും. നോക്കിയാൽ D ഓപ്ഷൻ കിടപ്പുണ്ട്. 2415 രൂപ. ഇതാണ് എൻ്റെ ഒറിജിനൽ മെത്തേഡ്. ഇനി നമുക്ക് എൻ്റെ ഷോർട്ട് മെത്തേഡ് ഒന്ന് പറയണം. നമുക്ക് ഷോർട്ട് മെത്തേഡ് ഒന്ന് പറയാം. ചോദ്യം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരാൾ ഒരു സാധനം 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. 5% ലാഭം ലഭിക്കണമെങ്കിൽ എത്ര? ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഒരൊറ്റ ചോദ്യത്തിൽ 2 പ്രോസസ്സുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഓൾറെഡി ഇതിപ്പോൾ 10% ലാഭത്തിന് വിറ്റു. 10% നഷ്ടത്തിന് വിറ്റു. ഈ ചോദ്യം പറയുന്നു 2700 രൂപയ്ക്ക് ഇത് കച്ചവടം കഴിഞ്ഞു. 10% നഷ്ടമുണ്ടായി. എന്നിട്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു, 5% ലാഭം കിട്ടണമായിരുന്നു എനിക്ക്. അപ്പം ഞാൻ എത്ര രൂപ കൊടുത്താൽ മതിയായിരുന്നു? ഞാൻ ആലോചിക്കുന്നത് സെക്കൻഡ് പ്രോഷൻ. ഇത് നടക്കാത്ത കാര്യമാണ്. നടന്നിട്ടില്ല. ഒരു കാര്യം ഇത് നടന്നിട്ടില്ല. ഇപ്പോഴത്തെ 5% ലാഭം എന്നുള്ളത് നടന്നിട്ടില്ല. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 2070 രൂപ എഴുതി അങ്ങോട്ട് വെക്കുക. ഒരു 2 പ്രോസസ്സാണ്. അപ്പം നമ്മളത് ഒരു ഇൻറ്റും കൊടുക്കുക, ഒരു ഡിവൈഡും കൊടുക്കുക. കണ്ടല്ലോ. ഇനി 2 കാര്യം. ആദ്യം സംഭവിച്ച കാര്യം ഏതാ? 10% നഷ്ടമുണ്ടായി. 10% നഷ്ടം എന്ന് വെച്ചാൽ എത്രയാണ്? 90%. മനസ്സിലായല്ലോ. ആ 90%ൻ്റെ 100 കാണിക്കണമെന്നില്ല. കാര്യം മുകളിൽ ഒരു ശതമാനം വരുമ്പോൾ അത് വെട്ടിപ്പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ 90 കാണിച്ചാൽ മതി. ഇതാണ് ആദ്യം സംഭവിച്ച കാര്യം. ഇപ്പോൾ 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. ആ താഴെ വന്നിരിക്കുന്ന ശതമാനം ഏതാണ്? ഇപ്പം നടന്ന പ്രോസസ്സ് കംപ്ലീറ്റ് കഴിഞ്ഞ പ്രോസസ്സാണ്. ആ കഴിഞ്ഞ പ്രോസസ്സാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ നോക്കണം. എന്താണ്? മുകളിൽ വരേണ്ട ആരാ? ഇനി എനിക്ക് വേണ്ടത് 5% ലാഭമാണ്. അപ്പം ഞാൻ ആ 5% ലാഭം എന്നുള്ളത് 105/100 എന്നാണ് അല്ലേ. അപ്പോൾ ആ 105/100 100 കാണിക്കാത്ത കാര്യം മുകളിലുള്ള താഴെയുള്ള ഈ 100 രണ്ടും കൂടെ അങ്ങ് വെട്ടിപ്പോകുന്നതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ. അതുകൊണ്ട് 105 മുകളിൽ കാണിച്ചു. കണ്ടോ? അപ്പോൾ ഒന്നുകൂടെ ആദ്യം നമ്മൾ കാണിച്ചിരിക്കുന്ന ശതമാനങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് എങ്ങനെയാണ് കാണിച്ചിരിക്കുന്ന ശതമാനങ്ങൾ എങ്ങനെയാണ്? ആദ്യം ആ 2070 രൂപ കാണിച്ചു അല്ലേ. പിന്നെ ഇപ്പോൾ നടന്ന കംപ്ലീറ്റ് പ്രോസസ്സ് അതായത് 2070 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞപ്പോൾ അവിടെ സംഭവിച്ച കാര്യം ഇതാ 10% നഷ്ടം. ആ പ്രോസസ്സാണ് താഴെ കാണിക്കുന്നത്. ഇനി എനിക്ക് വേണ്ടത് 5% ലാഭം. ഇനി വേണ്ട ആൾ മുകളിൽ കാണിക്കണം. കിട്ടിയോ? ഇനി താഴെ പഴയ ഒന്നും വെട്ടിക്കളഞ്ഞാൽ നമുക്ക് വേറെ ഒന്നുമില്ല. വെട്ടിക്കളഞ്ഞ ആൻസറായി. എത്രയാണ്? 0 വെട്ടി 9 207 കൂടെ വെട്ടുമ്പോൾ 23. 23ന് 105 വെച്ച് ഗുണിച്ചാൽ മതി. അപ്പോൾ 2415 കിട്ടും. നമ്മുടെ ഓപ്ഷൻ കിടപ്പുണ്ട് 2415D. ഓക്കെ. അപ്പോൾ ഈ ഷോർട്ട് മെത്തേഡൊക്കെ പഠിക്കുമ്പോൾ ഓർക്കുക, മനസ്സിലാകാതാണ് ചെയ്യരുത് കേട്ടോ. മനസ്സിലാക്കിയിട്ട് മാത്രമേ ചെയ്യാവൂ. ഓക്കെ. അടുത്ത ചോദ്യം. 2850 രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ 14% ലാഭം കിട്ടി. ലാഭശതമാനം 8% മാത്രമാണ് വേണ്ടെങ്കിൽ അല്ലേ എത്ര രൂപയ്ക്ക് സൈക്കിൾ വിൽക്കണം? ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ 2 പ്രോസസ്സ്. ഇപ്പം ഈ കച്ചവടം നിങ്ങൾ നടത്തി കഴിഞ്ഞു. നിങ്ങളുടെ സൈക്കിൾ നിങ്ങൾ എത്ര രൂപയ്ക്ക് വിറ്റു? 2850 രൂപയ്ക്ക് വിറ്റു. ഇപ്പം നിങ്ങൾക്ക് എത്ര ശതമാനം ലാഭം കിട്ടി? 14% ലാഭം കിട്ടി. പ്രോസസ്സ് കംപ്ലീറ്റ്. ഇനി നീ ആലോചിക്കുകയാണ്, എനിക്ക് 8% മതിയായിരുന്നു എങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു. അത്രേ ഉള്ളൂ കാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
2850 എഴുതുക. നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റിന് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റിന് പോലെ തന്നെയാണ്. ഒരു ഇൻറ്റു കൊടുക്കുക, ഒരു ഡിവൈഡ് കൊടുക്കുക. ഇനി ഓൾറെഡി ഇവിടെ ഒരു കംപ്ലീറ്റഡ് ആക്ഷൻ ഉണ്ട്. ഏതാണ്? 14% ലാഭം കിട്ടി എന്ന് പറയുമ്പോൾ എത്ര ശതമാനമാണ്? 114%. ആ 114 താഴെ കാണിക്കണം. ഇനി എനിക്ക് എന്തായിരുന്നു വേണ്ടത്? ഇനി ഇപ്പം കിട്ടിക്കഴിഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് പ്രോസസ്സ് കഴിഞ്ഞ് ഇനി എനിക്ക് വേണ്ട എത്ര? 8% ലാഭം മതിയായിരുന്നു. അപ്പോൾ എത്ര 8% ലാഭം നിർത്തണം? 108/100 അല്ലേ? അപ്പം നമ്മൾ 108 മുകളിൽ കൊടുക്കണം. വെട്ടിക്കളഞ്ഞാൽ മാത്രം മതി, വേറൊന്നുമില്ല. ഞാൻ ആദ്യം 114 2ൻ്റെ പട്ടിയിൽ വെട്ടാൻ വേണ്ടി പോകണം. എത്ര പ്രാവശ്യം? 57. 114 പകുതി 2ൻ്റെ പട്ടിയിൽ എന്ന് വെച്ചാൽ പകുതി എടുക്കുക. 108 വാട്ടാണ് വെട്ടുന്നത്. 108 എത്ര? പകുതി എടുക്കുമ്പോൾ എത്ര കിട്ടും? 54. ഇനി 57ഉം 285 കൂടെ വെട്ടാം. കാര്യം ഈ 57നെ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ 57 × 5 എന്ന് കണ്ടുപിടിച്ച് നോക്കും. 57 × 5 എന്ന് വെച്ചാൽ 285 കേട്ടോ. പിന്നെ ആ ഒരു 0 അവിടെ ഇട്ട് കൊടുക്കുക. 5 0. അപ്പം മുകളിൽ ഒരു 50 വന്നു, പിന്നെ ഒരു 54 വന്നു. ആ രണ്ടും കൂടെ ഗുണിച്ചാൽ മതി. നിങ്ങൾക്ക് വെട്ടാൻ അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ഇതിൻ്റെ അകത്ത് വെട്ടുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ നോക്കിക്കൊള്ളുക. അപ്പോൾ ഇനി 54 കൂടെ ഗുണിച്ചാൽ മാത്രമേ എത്രയാണ്? 2700 എന്നാണ് ആൻസർ. അപ്പോൾ അവിടെ കിടപ്പുണ്ട് ബി ഓപ്ഷൻ നോക്കിയാൽ കാണാൻ 2700 രൂപ എന്ന് കിടപ്പുണ്ട്. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ.